ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. അഫാൻ എന്തൊരു ക്രൂരനാണ്. കയ്യബദ്ധം പറ്റിപ്പോയതല്ല, സ്വന്തം കൂടപ്പിറപ്പിന്റെ തല ചുറ്റികയാൽ ചിതറിച്ച ക്രൂരത. ഹൃദയം കൊണ്ട് സ്നേഹിച്ച പെൺകുട്ടിയുടെ തലച്ചോറ് തുരന്ന വൈകൃതം. നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെ ഇത്രയും ക്രൂരമായി കൊലപ്പെടുത്തുവാൻ സാധിക്കുമോ? ഏത് സാത്താനാണ് അഫാനെ പിടികൂടിയത്? പണത്തിനു വേണ്ടി ഒരാൾക്ക് ഇത്രയും ക്രൂരനാകാൻ കഴിയുമോ? മയക്കുമരുന്നിന് അടിമപ്പെട്ടാൽ ഇത്ര ക്രൂരമായി തലച്ചോറ് മരവിച്ചു പോകുമോ? ഒന്നിനു വേണ്ടിയും അധ്വാനിക്കാതെ എല്ലാം വളരെ നിസ്സാരമായി ലഭിക്കുന്ന പുതുതലമുറയ്ക്ക് ഹൃദയം എന്നൊന്ന് ഇല്ലാതായിരിക്കുന്നു. കുടുംബങ്ങൾ എന്നത് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സംവിധാനം എന്നതിനപ്പുറം ഒരേ വീട്ടിൽ അപരിചിതരെ പോലെ കഴിയുന്ന പുതിയ തലമുറയുടെ പ്രതീകമാണ് അഫാൻ എന്ന കൊലയാളി. കുറച്ച് പണത്തിനു വേണ്ടി മുലയൂട്ടി വളർത്തിയ അമ്മയെയും അന്നം വാരിത്തന്ന അമ്മൂമ്മയെയും കൊലപ്പെടുത്താൻ എങ്ങനെ സാധിക്കുന്നു? പണ്ടൊക്കെ നമ്മൾ ആവശ്യപ്പെടുന്നത് എന്തും, അത് വസ്ത്രമായാലും ബുക്കായാലും ചെരുപ്പായാലും, എത്ര സമ്പന്ന കുടുംബമാണെങ്കിൽ പോലും നിരന്തരമായി വീട്ടിൽ ആവശ്യപ്പെട്ട ശേഷം വീട്ടുകാർ നന്നായി പരിശോധിച്ച് അത്യാവശ്യമെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമായിരുന്നു വാങ്ങി നൽകിയിരുന്നത്. ഇന്നോ ഒന്നിനും യാതൊരു ബുദ്ധിമുട്ടുകളുമില്ലാത്ത കാലമായി. വീടുകളിൽ അച്ഛനും അമ്മയും പരസ്പരം സംസാരിക്കാത്ത മരണഭീകരത, ഒന്നും പരസ്പരം പങ്കുവയ്ക്കാനില്ലാത്ത ക്രൂര താവളങ്ങൾ പോലെയായി ഭവനങ്ങൾ. ഇവിടെ അഫാൻ കൊന്നു തള്ളിയത് സ്വന്തം ചോരയിൽപ്പെട്ട ബന്ധുക്കളെയാണ്. ഇത് ഭാവി കേരളത്തിന്റെ ഒരു താക്കീതാണ്. ബന്ധങ്ങൾ ഊഷ്മളമാകേണ്ടതിന്റെ മുന്നറിയിപ്പ്. സിന്തറ്റിക് ഡ്രഗുകൾ കേരളത്തിൽ നിന്നും പാടെ തൂത്തെറിഞ്ഞില്ലെങ്കിൽ ബന്ധവും സൗഹൃദവും ഒന്നും തിരിച്ചറിയാൻ കഴിയാതെ പരസ്പരം വെട്ടിവീഴ്ത്തുന്ന ഒരു നരകമായി കേരളം മാറുമെന്ന് ഉറപ്പ്.